ഗൈസ് ഇതിൽ പ്രസ് ചെയ്യണമെന്ന് തോന്നുന്നു. മത്താപ്പൂ ഓടി വരുന്നു. എടാ ഓട് ഓട് ഓട്. നീ എവിടെന്നാണ് വന്ന മരഭൂതമേ? മത്താപ്പൂന്റെ അള്ളിയൻ ഓലപ്പടക്കം. കൂട്ടക്കൊലയാ. മച്ചന്മാരെ, അപ്പൊ ഇന്ന് നമ്മൾ കളിക്കാൻ പോകുന്നത് റോബ്ലോക്സിലെ ഈ ഒരു ഗെയിമാണ്. ഇതിന്റെ പേര് ബാരിസ് പ്രിൻസസ് എസ്കേപ്പ് എന്നാണ്. ഇതോ ആ നിൽക്കുന്നതാണ് നമ്മൾ. പിന്നെ നമ്മൾ രക്ഷപ്പെടാൻ പോകുന്നത് ഈ മത്താപ്പൂവിന്റെ ജയിലിൽ നിന്നാണ്. ഇവന്റെ പേര് അറിയത്തില്ല. എന്തായാലും തുടങ്ങാം. അപ്പൊ ഗെയിം കൂടെ തുടങ്ങിയിട്ടുണ്ട്. ഇത് ടവർ ഉണ്ടാക്കി വെച്ചേക്കുന്ന. ഇനി നമുക്ക് നമ്മുടെ പണി നോക്കിയേക്കാം. ഇവിടെ കെറാം ആരോ ഈ വഴി പോണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരു വേട്ട അവിടെ നിൽക്കുന്നുണ്ട്. അവിടെ അത് നമ്മൾ തുറന്നിരിക്കുന്നു. നമ്മൾ തുറന്നിട്ട് ഏപ്പരാച്ചാണ് പോയിപ്പോന്നു. നിക്കടാ അവിടെ ഇവനെയും കൊണ്ടൊക്കെ. ഇവിടെ അരപ്പറ്റി ലൂസ് എന്നെയും കൊണ്ടാണ് പോകുന്നത്. നമ്മൾ തുറന്നിട്ടുണ്ട്. ഇതെന്താ ഡമ്പല് കൊണ്ടൊരു പാലവോ. ഓക്കെ നമുക്ക് കേറാം. എന്റെ മോനെ താഴെ ലാവ വീണ പൊടി പോലും കിട്ടത്തില്ല. ഇതെന്താ ഇത്ര തിന്നായിട്ട് വെച്ചേക്കുന്നു മോനമ്പോ. ഇവിടുന്ന് അങ്ങോട്ട് ഈസി ആണെന്നാണ് തോന്നുന്നു. ഗൈസ് കണ്ടോ 1 2 3 വെരി ഈസി. ഓക്കെ എടാ പോലീസ് മാമൻ. എടാ മത്താപ്പൂ. ഇതെന്തൊരു പിങ്ക് കളറുടെ പിങ്ക് മുള്ള്. ഞാൻ പറഞ്ഞില്ല എനിക്കുള്ള വടയായിരുന്നു അത്. അവിടെ കുഴി ഉണ്ടെന്നുള്ള കാര്യം അറിയത്തില്ലായിരുന്നു. എനിവേ ഇത് ഈസി ആയിരിക്കും തോന്നുന്നു. ഓക്കെ ഇത് സൂക്ഷിക്കണം ഗൈസ്. എവിടെ കുഴി ഉണ്ടെന്ന് പറയാൻ പറ്റത്തില്ല. ഓക്കെ ഇതെന്തോ ആരോ കുത്തിയേക്കാം. ലൈറ്റ് ഓഫ് ആയ ഞാൻ തൊട്ട എല്ലാ മുടിയോടെ അടിച്ചു കൂട്ടിന്ന് ശബ്ദം കേട്ടിട്ട് തുറന്നു വന്നേക്കുന്നു. നമുക്ക് നേരെ പോവാം. ചാടിയത് എവിടെ എത്തിയത്? എന്താ ഇത്രയും പേര് ഇവിടെ? നമ്മുടെ മത്താപ്പൂവിനെ കാണുന്നില്ലല്ലോ. മത്താപ്പൂ ഇദ്ദേഹം നടക്കുന്നത് അവൻ ഇന്ന് ഞാൻ ഓലപ്പടക്കം വിട്ടു പൊട്ടി. വെറുതെ പൊട്ടിക്കല്ല, അവന്റെ മൂട്ടുമ്പോ തിരികെ ഞാൻ പൊട്ടി. ഗൈസ് ഇതിൽ പ്രസ് ചെയ്യണമെന്ന് തോന്നുന്നു. മത്താപ്പൂ ഓടി വരുന്നു. എടാ ഓട് ഓട് ഓട്. ചാട് ചാട് ചാട്. ഇവൻ സ്പോണായിട്ട് എവിടെ എത്തിയാ? ഇവന്റെ തടിയൊന്നും ഇവനൊരു പ്രശ്നമല്ല. എനിവേ ആരോ കാണിച്ചിട്ടുണ്ടോ? നമുക്ക് ആ വഴി പോയി നോക്കാം. എന്താണ് അവിടെ? എന്റെ മോനെ എടാമ താഴെ നിൽക്കുന്നുണ്ടാ? ഇവിടുന്നങ്ങ ഇപ്പൊ വീണിട്ടുണ്ടെ മത്താപ്പ് കൈ നീട്ടി സ്വീകരിക്കും. നോക്കാം. എടാ ഇവന്റെ അടുത്ത് തൊട്ട് മേൾക്കൂടെ പോയിക്കൊണ്ടിരിക്കുന്ന നമ്മള് പറഞ്ഞു ഓട് ഓട് ഓട്. ആരോ ടെക്കണ വഴി പോട് ഓടാ. കമ്പമേ കറി ഇത് കണ്ടാ? അവിടെ മത്താപ്പ് തൊട്ട് പിന്നാലുണ്ട് നമ്മുടെ. ഇതെന്താ ഇത്? എനിക്ക് മനസ്സിലാവുന്നില്ല. ഒറ്റവട്ടം കൂടെ ശ്രമിച്ചു നോക്കാം. ഒന്നും കൂടെ. നേരെ 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 ചാട് ചാട്. യെസ് ചാട്. ഇവിടെ ഒരു വഴിയുണ്ടല്ലേ? ചാടേണ്ട ആവശ്യമില്ല ഗൈസ്. നേരെ പോയി നോക്കാം. ഇങ്ങനെ എഴഞ്ഞഴഞ്ഞ് പോയില്ലെങ്കിലേ തൊട്ട് താഴോടെ നിൽക്കുമ്പോൾ അങ്ങനെ ചാടിയിട്ടുണ്ടേ തീർന്ന്. വേറെ ഒന്നുമില്ല. പൊക്കോ നമ്മൾ ബട്ടണിലേക്ക് തുറന്നിട്ടേക്കുന്ന വാതിലാണ് കഴിച്ചത്. ഇതെന്താ കയറാൻ പറ്റാത്ത? രണ്ട് എന്താ ഇത്? ഇതിലൊക്കെ ഇതാട്ടാ. എന്താ അത്? എന്തൊരു ഇതാണിത്? തൊട്ടാണല്ലേ ഗൈസ്. അണ്ടർഗ്രൗണ്ട് ആണെന്ന് തോന്നുന്നു. അപ്പോ നേരെ പോവാം. ഇതേതാണ് വഴി? എവിടെയാണോ ഇത്? എടാ മത്താപ്പൂ മത്താപ്പൂ മത്താപ്പൂ. അത് ശരി. പോയി. എടാ ആരോ കാട്ടുന്ന വഴി പോവല്ലേ? ഡമ്പൽ പാലം. എടാ ഇതൊന്നും മാറ്റിക്കൂടെ? അറിയാൻ പാടില്ലാണ്ട് ചോദിക്കും. ഇത് എന്തൊരു ഇതുണ്ടാ? എന്തൊക്കെയായത്? എടാ എന്തൊക്കെയായത്? ആരോ ഉണ്ട്. അപ്പൊ ഡമ്പല് പാലം. എടാ ഇവർക്കൊന്നും വേറെ തൊഴിലില്ലേ? ഇതുകൊണ്ട് ഡമ്പല് വെച്ച് പാലുണ്ടാക്കി വെച്ചേക്കുന്നു. ചുമലവട്ടമല്ല ചതുരം ചവിട്ടി. എന്താ സംഭവിച്ചത്? പോകാനായിട്ട് 2 കട്ട വന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് തിരിച്ചു പോകണമെന്നാണ് തോന്നുന്നത്. പോവാം. വീണില്ല പിന്നെ ചാടി. എന്താ തന്നെയൊക്കെ ചാടുന്നു കേട്ടോ. അപ്പോ ആരോ ആ വഴി തെളിച്ചിട്ടുണ്ട്. അതേ 2 കട്ട. ഒന്ന് താഴെ വീണ പൊടി പോലും കിട്ടില്ല. ചാട്. വീണില്ല. പിന്നെ മഞ്ഞാരോ. വാവ് പേതിന്റെ ലാഭപ്പാലം. തപ്പുവിന്റെ വകഭേദമായ ഗുണ്ടല്ലേ പോയി. എന്താ ഉണ്ടായേ? നമ്മള് വെറുതെ ഇവിടെ കമന്റ് അടിച്ചു നിൽക്കുമല്ലായിരുന്നോ? എന്താ സംഭവിച്ചേ? സംഭവിച്ചതിനെ പറ്റി ഓർത്ത് വിഷമിച്ചിട്ട് കാര്യമില്ല. നമുക്ക് മുന്നോട്ട് പോവാം ഗൈസ്. നമുക്ക് ലാഭത്തെത്താതെ മെല്ലെ മെല്ലെ അങ്ങ് പോവാം. ഗുണ്ട് 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 ഗുണ്ട്. അയ്യോ ഇപ്പൊ തീർന്നാണ് ഗൈസ്. അതെന്തോ ടൈമർ അങ്ങാണ്ട് വെച്ചിട്ട് വന്നേക്കുന്ന. ഗുണ്ടെത്തുന്നതിന് മുന്നേ ഒന്ന് വേഗം പോവാ. വന്ന് വന്ന് തീർന്നായി പോയി. നമ്മൾ റെസ്പോണ്ട് ആയിട്ട് വന്നിരിക്കുന്നു. അതവിടെ പോയി തൊലഞ്ഞിരിക്കുന്നു ഗൈസ്. അപ്പോൾ നമുക്ക് ഒന്നും കൂടെ പോവാം. ഇനി തൊട്ട് നമ്മൾ പ്ലാനിലായിരിക്കും ഗൈസ്. നമുക്ക് ഇവിടെ വെച്ച് ജസ്റ്റ് വെച്ച് ഞാൻ പറഞ്ഞില്ലേ
പ്ലാൻ ബി. നമ്മൾ ഇനി തൊട്ട് ഒളിച്ചൊളിച്ച പോവാൻ പോവാ. ഒന്നിനും നമ്മളെ കണ്ടുപിടിക്കാനും പറ്റില്ല. എന്തിന് ആ മത്താപ്പൂന് കൊണ്ട് പോയിട്ടുണ്ട്. അപ്പൊ നമുക്ക് പോവാം. നമുക്ക് ആരോ കാട്ടിട്ടുണ്ട്. യെസ്, ഏണി എത്തി ഗൈസ്. ഇനി നമുക്ക് ഉണ്ട് ഫേസ് ചെയ്യണ്ട. നീ എവിടെന്നാണ് വന്ന മരഭൂതമേ? മത്താപ്പൂന്റെ ആരോ? മത്താപ്പൂന്റെ അള്ളിയൻ ഓലപ്പടക്കം. ചേട്ടൻ പോലീസാണെങ്കിൽ അനിയൻ ഗുണ്ടാണെങ്കിൽ ശിവൻ എന്താ നമ്മളെ പോയി. എടാ പോടാ, നിങ്ങൾ കുടുംബത്തിൽ പോടാ. നീ എന്നെ പോലെ കള്ളല്ലടാ, വിട്ടിട്ട് പോടാ, കാല് പിടിക്കടാ. ഇവിടെ കുത്തണെന്നാണ് തോന്നുന്നത്. കുത്തിട്ടുണ്ട്. ഇതിലൊന്നും നമ്മൾ തളരില്ല കൈസ്. അപ്പൊ നമ്മൾ മത്താപ്പൂന്റെ അനിയൻ ഓലപ്പടക്കത്തിന്റെ വായിലൊന്നും കൂടെ കയറാൻ പോവാണ്. സാഹചര്യത്തിന്റെ സമ്മർദ്ദം പോലും നമുക്ക് അതിന്റെ ആവശ്യം വരുന്നില്ല. അപ്പൊ നമുക്ക് നേരെ ഗേറ്റിന്റെ അടുത്ത് പോവാം. ഗേറ്റിന്റെ ഇവിടെ എന്താണെന്ന് അറിയില്ല ഗൈസ്. ഓക്കെ, മത്താപ്പൂന്റെ സ്റ്റാച്ചു ആണ് ഗൈസ്. നമുക്ക് കയറാം. ആരോ കാട്ടിക്കുന്ന വഴി പോവാം. നമുക്ക് ചാട്. ഓക്കെ, ഇതെവിടെയാണ്? ചാടു, പിന്നെ ചാടു, ഒന്നും കൂടെ ചാടു, പിന്നെ ചാട്. യെസ്, നമുക്ക് ആര കാണിച്ച വഴിക്ക് പോവാ. അത് രണ്ടുണ്ടല്ലോ. അവിടെ ഇത് നമ്മൾ അപ്പുറത്തോടെ വഴി പോവും അല്ലേ? ഓലപ്പടക്കം നമ്മളെ കൊല്ലും. അപ്പോ നമുക്കൊരു സംഭവം ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഇതിൽ കുത്താം. സെറ്റാണ് ഗൈസ്. സിനിമാറ്റിക് ആയിട്ടുള്ളൊരു സീനിലൂടെയാണ് നമ്മളിപ്പോ കൊണ്ടിരിക്കുന്നത്. അളർങ്ങാണ്ട് ഇപ്പൊ ഇവിടെ നിർത്തിയിട്ടുണ്ട്. ഇതെന്താ സാധനം? സ്പീഡ് കോള കുടിച്ചേക്കാം. ഇടിവെട്ടും മിന്നലൊക്കെ നടന്നു. അയ്യോ, എന്താ ഇത്? എടാ ഞാൻ തെറിച്ചു പോകുന്നടാ, ചെരിഞ്ഞടാ ഞാൻ. നമ്മൾ സഡൻ ബ്രേക്ക് ഇട്ടിട്ടുണ്ട്. ഇനി എങ്ങോട്ടാ പോകണ്ടേ? കട്ടാനാടലാണ് ഗൈസ് പണി. അയ്യോ ഇത്തിരി സീനാണല്ലോടാ. എടാ ഇത്തിരി മുന്നോട്ട് നോക്കണ്ട, പറപ്പിക്കണം അവര്. ഇങ്ങനെ പോയി എന്റെ മരണം ഉറപ്പാണ്. അപ്പോ ഇപ്പൊ തന്നെ നിങ്ങൾ ആദരാഞ്ജലി അർപ്പിച്ചോളൂ. കിട്ടാണടാ, സ്കിട്ടാവുന്നു. എടാ എന്താ ഒരു 5 ഘട്ടം കൂടെ ഉള്ളൂ. എത്താൻ പറ്റും ഗൈസ്. മോട്ടിവേഷൻ ഞാൻ തന്നെ കൊടുക്കുവാണ്. എനിക്ക് തരാൻ ആരുമില്ല. അയ്യോ ആരാത്? മത്താപ്പൂന്റെ മോൻ. എടാ ഇവൻ ഇതാണ് തൊഴില്. എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ന്യൂസിലോട്ടാണ് ഗൈസ് നമ്മൾ കടന്നിരിക്കുന്നത്. ബ്രേക്കിംഗ് ന്യൂസ്. നമ്മുടെ മത്താപ്പൂന്റെ മോൻ വീടിപ്പടക്കം ചെറ്റത്തരമാണ് ഇവിടെ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഗൈസ്. ഇപ്പോൾ മെയിനായിട്ട് ഹറാസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് തന്നെയാണ്. ഇവന്റെ മെയിനായിട്ട് പണി ഇതാണെന്ന് നിങ്ങളെല്ലാവരും അറിയിക്കുന്നു. ഞാനിപ്പോൾ ഹാലൂസിനേറ്റ് ഒക്കെ ചെയ്യുന്നുണ്ട്. എന്നെ ആരെയും രക്ഷിക്കാന്ന് അറിയിക്കുന്നു. ഇപ്പോഴാണ് ഗൈസ് ഞാനൊരു കാര്യം ശ്രദ്ധിച്ചത്. ഞാൻ മാത്രമല്ല ഇവനിലൂടെ പെട്ടിരിക്കുന്നത്. അങ്ങനെ കുറെ പേര് പെട്ടിട്ടുണ്ട്. ഒക്കെ നമ്മൾ മാക്സിമം അനുഭവിച്ചിട്ട് സ്ഥലത്തെത്തിയിട്ടുണ്ട്. എന്താ അത് പച്ച? എന്നിട്ട് സ്റ്റിങ് എനർജി വല്ലതും ആയിരിക്കും കുടിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഗ്യാസ് കയറിയതായിരിക്കും. ഇനി നമുക്ക് കയറാം. മത്താപ്പൂ എല്ലായിടത്തും ഉണ്ട് കേട്ടോ. ഭയങ്കര ഫേമസാണ്. നെക്സ്റ്റ് ഏണി. എനിക്ക് ഏണി കയറുന്നത് പേഴ്സണലി ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് ഗൈസ്. അപ്പോ മഞ്ഞ. മഞ്ഞ. ഇനി നമുക്ക് ആരോ ഇട്ടെടുത്ത് പോവാം. ദിസ് വേ. പിന്നെ മത്താപ്പൂ നമുക്ക് ഏണി കയറാം. മോനെ അവിടെ നോക്കൂത്തി നിർത്തിക്കോണം. ഓക്കെ, കയറാം. കയറ്. അവസാനം നമ്മള് എത്ര ദൂരം ഇത്? ഏതോ ഒരു വേറൊരു പ്രദേശത്താണ് കഴിച്ച് നമ്മൾ എത്തിയിരിക്കുന്നത്. എന്റെ അമ്മോനെ, ഇതെന്തൊരു കൂട്ടക്കൊലയാ? ഓക്കെ, ഫാറ്റേക്കാണ് കൈസ്. പറന്നു പോകുന്നൊന്നും അറിയില്ല. ഇനി പോയി നോക്കാം. അപ്പോഴാണ് കൈസ് ഞാനൊരു കാര്യം ശ്രദ്ധിക്കുന്നത്. നമ്മൾ പേടിച്ചിട്ട് അഴിഞ്ഞു പോകുമ്പോൾ ഒരുത്തന്നെ ISR റോക്കറ്റ് മൂട്ടി പിടിപ്പിച്ച പോലെ പറന്നു പോകുന്നു. അങ്ങനെ ഞാൻ സ്പീഡിൽ പോകാമെന്ന് പ്ലാൻ ഇട്ടു ഗൈസ്. പക്ഷെ ഇത്തിരി പേടിയുണ്ടെങ്കിലും ഞാൻ പറന്ന് അവിടെ എത്തി. ഞാൻ ചെയ്തു ഗൈസ്. മഞ്ഞാരോ പിന്നെ കിട്ടി. എനിക്കുള്ള ഇഷ്ടമുള്ള പരിപാടിയാണ് ഗൈസ്. ഞാൻ ഇതാ മേലോട്ട് കയറുന്നു. ഇവൻ എനിക്ക് വേണ്ടി കാത്തിരിക്കാൻ മാത്രം അത്ര ബെസ്റ്റാണ്. അയ്യോ മത്താപ്പൂന്റെ മോൻ. ഇവന്റെ കയ്യിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടും? യെസ് ഗൈസ്, ആരോ കാട്ടുന്നുണ്ട് ഗൈസ്. നമുക്ക് അങ്ങോട്ടൊന്ന് ചാടി നോക്കാം. ഗൈസ് നമ്മളെ മത്താപ്പൂ നിന്ദിച്ചിട്ടുണ്ട്. നമുക്ക് ചന്നം പിന്നെ പണികൾ കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. മത്താപ്പൂ എന്തോ മുട്ട വെച്ച് കൂടോത്രം ചെയ്തിരിക്കുന്നു ഗൈസ്. മത്താപ്പൂ ഇവിടെ തന്നെ ഉണ്ട്. അങ്ങനെ ആരോ ഇട്ടേക്കുന്ന പണിയുള്ള വഴികളിൽ കൂടെ ഒക്കെ നമ്മൾ സഞ്ചരിക്കണം ഗൈസ്. അങ്ങനെ നമ്മൾ പിന്നെയും മത്താപ്പൂവിനെ കണ്ടുമുട്ടിയിട്ടുണ്ട്. എടാ തുള്ളി അങ്ങോട്ടാടാ. ഓക്കെ, നമുക്ക് മേലോട്ടൊന്നും കൂടെ കയറി നോക്കാം. അതാ കയറിയിട്ടുണ്ട്. ഇനിയാണ് ഗൈസ് പരിപാടി. ഇത് ചാടിയിട്ടുണ്ട് ഗൈസ്. വലിയ സീനൊന്നുമില്ല. അപ്പം മേലോട്ട് കയറിക്കോ. വേറെ ഇങ്ങോട്ടാണ്. നമുക്ക് പോയി നോക്കാം. ക്ലോസ് ദി വാൽവ്സ് എന്ന് എഴുതിയിട്ടുണ്ട്. എന്താ പരിപാടി എന്ന് അറിയത്തില്ല. എനിവേ പോവാം. റെഡ് സാധനം നമുക്ക് ഒന്ന് ചാടി നോക്കാം. നമ്മളെ സീനില്ല. എന്തായാലും കിട്ടി. ഒന്നാമത്തെ ഓണാക്കിയിട്ടുണ്ട് ഗൈസ്. എത്ര എണ്ണൊന്നും അറിയത്തില്ല. എന്താ നിനക്ക് പേടിപ്പിക്കാൻ വേണ്ടി വന്നിരിക്കുന്നു? അപ്പോൾ ആരോ നമുക്ക് ആ ദിശയിലോട്ട് കാണിച്ചിട്ടുണ്ട്. ഇതെന്താടാ മോനം ബാലറ്റും കൂടെ വലുതായിട്ടുള്ള വെച്ചു നമുക്ക്. ഓക്കെ, എനിവേ കയറി നോക്കാം. ഇതല്ലേ രണ്ടാമത്തെ കിട്ടിയിട്ടുണ്ട്. ബട്ടൺ കുത്തിയിട്ടുണ്ട്. ഇനി അടുത്ത പണി. എന്താ ഇത്? ഇങ്ങനെയൊക്കെ കൊണ്ടുവച്ചിട്ടുണ്ട്. എങ്ങനെ സ്പൈഡർമാനെ പോലെ വല വിട്ട് കാണുന്നു? എന്നെ കൊണ്ടൊന്നും വയ്യ. കുഴി അല്ല തോളം കയറാൻ പറ്റില്ല ഗൈസ്. അമ്മേ, നമ്മളെന്തിയാടാ
ഇത് മത്താപ്പൂന്റെ മോനല്ലേ? വലപ്പടക്കം. നമ്മളങ്ങനെ ഇവിടെ എത്തി. ഗ്ലിച്ചായെന്ന് തോന്നുന്നു. നമ്മൾ വിചാരിച്ച പോലെ തന്നെ നടന്നു ഗൈസ്. എന്തായാലും ഇവൻ വന്നതിന് ശേഷം ഇത്തിരി ഉപകാരങ്ങളൊക്കെ ഉണ്ടായിട്ട് എനിക്ക് തോന്നി. എനിക്ക് മൂന്നാമത്തെ വാൽവ് കണ്ടുപിടിക്കാൻ പറ്റി. നമ്മളെ മത്താപ്പൂന്റെ ബാധ വേളി കയറിയിട്ടുണ്ട്. ഞാനിനി ഇതിന് എങ്ങനെ ഇറങ്ങുമെന്ന് എനിക്കറിയില്ല. ഇനി മത്താപ്പൂന്റെ സ്വഭാവം വരുമോന്നൊന്നും എനിക്കറിയത്തില്ല. ഇനി ഇവൻ വന്നതിന് ശേഷം മൊത്തം പണിയാണ്. എങ്ങനെ ഇതെന്ത് മറ്റേ പെൻസിലാ കാര്യം, ഇത് കമ്പം പോലെ അതാ ചുള്ളിക്കൊണ്ട. അപ്പം വന്നതിന് ശേഷം ഫുള്ള് വഴുതത്തിലാണ് ഗൈസ്. ഞാൻ എവിടേക്കാ പോകുന്നത്, എങ്ങനെയാ പോകുന്നത്, എന്തിനാ പോകുന്നതെന്നൊന്നും എനിക്കറിയത്തില്ല. പിന്നെ ഇവൻ നിൽക്കുമ്പോൾ മുഖോട്ട് കാണിക്കുന്നത് കണ്ടിട്ട് ഒരു കുത്തു വെച്ച് കൊടുക്കാൻ തോന്നുന്നുണ്ട്. ഈ ബാധേനെ ഒഴിപ്പിക്കാൻ ആരൊക്കെ വിളിക്കേണ്ടി വരും എന്ന് എനിക്കറിയത്തില്ല. ഓക്കെ, ഇവിടെ എത്തിയിട്ടുണ്ട്. ഇനി എങ്ങോട്ടാ ചാടണ്ടേ ഗൈസ്? ഞാൻ ഈ കളി ഇവിടെ വെച്ച് നിർത്താൻ പോവുക. എനിക്ക്